വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു. സർക്കാരിന് പണം വേണ്ടേ, വിദ്യാഭ്യാസ മേഖലയിൽ മുടക്കാൻ പണം വേണ്ടേ എന്നുള്ളൊരു അദ്ദേഹം ഉന്നയിച്ച ചോദ്യം. ഈ ചോദ്യം തന്നെയാണ് ഇവരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആവട്ടെ, PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ദീർഘകാലാടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തി മറ്റുള്ളവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് പിന്നെ നടപ്പിലാക്കുകയാണെങ്കിലും വിയോജിക്കുകയാണെങ്കിലും സഖ്യകക്ഷികളെ കൂടി ചേർത്ത് പിടിച്ച് അവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് വളരെ ഗൗരവതരമായ രീതിയിൽ പരിശോധിച്ചൊക്കെ നടപ്പിലാക്കേണ്ട പദ്ധതികളാണ്. പൊടുന്നനെ അതിനുവേണ്ടി ഇത്ര ആവശ്യം കാണിക്കുന്നത് എത്ര കണ്ട് നല്ലതാണ് എന്നുള്ളതാണ്. രണ്ടുപേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിരുന്നത്. ഒന്ന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലുമായിരുന്നു. ഇവർ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി അടങ്ങിയിരിക്കുകയാണ്. മെയ് 18 VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമുള്ള ഒരു വിജയമായിരുന്നു അത്. ഒരുപക്ഷെ ചരിത്രപരമായൊരു വിജയമെന്ന് വേണമെങ്കിൽ പറയാം. വലിയ ഭൂരിപക്ഷത്തോടെയാണ് ആ സർക്കാർ അധികാരത്തിലെത്തിയത്. അതിനുശേഷം ഒരു മാസം പിന്നിടുന്നു. സർക്കാരിൻ്റെ പല വാഗ്ദാനങ്ങളും സർക്കാർ നടപ്പിലാക്കി. ചില വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സർക്കാരിനുള്ളിൽ നിന്ന് തന്നെ, പാർട്ടിക്കുള്ളിൽ നിന്നും അതേപോലെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നെല്ലാം, മുന്നണിക്കുള്ളിൽ നിന്നുമെല്ലാം വലിയ രീതിയിലുള്ള എതിർപ്പുകളും ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമാണ് ഇന്ന് ഇൻബിറ്റ്വീനിൽ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, ഇൻബിറ്റ്വീനിലേക്ക് സ്വാഗതം. വളരെ സ്ട്രെയിഞ്ചായ ഒരു സബ്ജക്റ്റാണ്. അതായത് VD സതീശൻ സർക്കാരിൻ്റെ ഇപ്പോൾ മെയ് 18 മുതൽ ഇങ്ങോട്ടെന്ന് പറയേണ്ടി വരും. അത്രയും ഒരു ചെറിയ കാലയളവാണ്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്താൻ വളരെ ചുരുങ്ങിയൊരു കാലയളവാണ്. എങ്കിലും സാധാരണ സർക്കാരുകളുടെ തുടക്കത്തിൽ അങ്ങനെ കണ്ടുവരാത്തൊരു പ്രവണത ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അതായത് VD സതീശൻ സർക്കാർ അധികാരത്തിൽ വരുന്നു, പല വാഗ്ദാനങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനിടയിൽ ചില കല്ലുകടികൾ, അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് ചില എതിർശബ്ദങ്ങൾ, അത് മുതിർന്ന നേതാക്കൾ തന്നെ അത്തരത്തിൽ എതിർശബ്ദങ്ങൾ ഉയർത്തുന്നു. അതേപോലെ മുന്നണിക്കുള്ളിൽ ചെറിയ രീതിയിൽ എന്ന് പറയാൻ പറ്റില്ല, സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള വലിയ ഭിന്നത, നയങ്ങളിലുണ്ടാകുന്ന ഒരു തരം ഭിന്നത മറന്നേക്ക് പുറത്തു വരുന്നു. ഒരുപക്ഷേ സർക്കാരിന് വലിയ വെല്ലുവിളി ആയേക്കുമെന്നുള്ള രീതിയിൽ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒട്ടനവധി സംഭവബഹുലമായൊരു സർക്കാരാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞ പോലെ ഈ കപ്പലിനൊരു ക്യാപ്റ്റൻ ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഈ കപ്പലും തുടക്കത്തിൽ തന്നെ അല്പം വലഞ്ഞൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ നയപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഉളവെടുക്കുന്നത് കൊണ്ടാണ് നമുക്കതിനെ കുറച്ചുകൂടെ ആശങ്കയോടെയാണ് കാണാനാവുന്നതും. അപ്പോൾ ആ വിഷയമാണ് നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ VD സതീശൻ സർക്കാരിൻ്റെ ആദ്യത്തെ ഒരു മാസത്തെ ഒരു സക്സസ് സ്റ്റോറിയായിട്ട് നമുക്കങ്ങനെ വിലയിരുത്താൻ സാധിക്കുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമതായി, ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള ഒരു കാലയളവുമല്ല ഒരു മാസം എന്നുള്ളത്. പക്ഷേ ഒരു മാസക്കാലം കൊണ്ട് നേരത്തെ ബിനോയ് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചു. അവർ പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ, 5 ഗ്യാരണ്ടികളിൽ 2 നടപ്പാക്കാൻ ഉള്ള തീരുമാനങ്ങൾ എടുത്തു. അത് സർക്കാരിൻ്റെ വലിയൊരു ഫ്ലാഗ്ഷിപ്പ് സംഗതിയായി. ഇപ്പോൾ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, വയോജനങ്ങൾക്കുള്ള പ്രത്യേക വകുപ്പ്, ഇത്തരം കാര്യങ്ങൾ എടുത്ത് തീരുമാനമെടുത്തത് പൊതുവിൽ വലിയ അംഗീകാരം കിട്ടിയ സംഗതിയുമാണ്. അതോടൊപ്പം തന്നെ ആശാവർക്കർമാരുടെ വേതനം അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഘട്ടം 3000 രൂപയോളം വർധനവ് പ്രഖ്യാപിച്ചു. അംഗൻവാടി വർക്കർമാർ, അതുപോലെ തന്നെ പാചക ശുചീകരണ തൊഴിലാളികൾ, ഇവരുടെ എല്ലാം വളരെ കുറഞ്ഞ വേതനം പറ്റുന്ന ആളുകളുടെ വരുമാനം വർദ്ധിപ്പിക്കാവുന്ന തരത്തിലുള്ള വരുമാന വർധന 1000 രൂപ വെച്ചാണെങ്കിലും ഒക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ പൊതുവിൽ സർക്കാരിന് അംഗീകാരം കിട്ടിയ കാര്യങ്ങളാണ്. അതിനുശേഷം സർക്കാരിൻ്റെ ഒരു നയപ്രഖ്യാപനം ഉണ്ടായിരുന്നു. നയപ്രഖ്യാപനത്തിന് ശേഷം പുതിയ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടു. ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടതോടുകൂടിയാണ് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം, ബജറ്റിന് മുമ്പ് ഉയർന്നു വന്ന പ്രശ്നം PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. PM ശ്രീ എന്ന പദ്ധതി നമുക്കറിയാം, അത് കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണ്. ഇത് നയപരമായി കോൺഗ്രസ് എതിർക്കുന്ന ഒരു സംഗതിയാണ്. കോൺഗ്രസ് മാത്രമല്ല, ഇടതുപക്ഷവും അതുപോലെ തന്നെ മറ്റ് പുരോഗമന ശക്തികളുമൊക്കെ തന്നെ എതിർക്കുന്ന ഒരു പദ്ധതിയാണ്, ഒരു പോളിസിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ് ഈ പറയുന്ന NDA സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ചരിത്രത്തെയും അതുപോലെ തന്നെ നമ്മുടെ സാമാന്യ ബോധത്തെയും ഒക്കെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ, അപ്പോൾ ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന തരത്തിലേക്കാണ് NEP എന്ന് പറയുന്ന ഈ പുതിയ പോളിസി തന്നെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ വ്യാപകമായ എതിർപ്പുകൾ ഉയർന്നു വന്നു. കേരളത്തിൽ NEPയുടെ ഭാഗമാണ് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി. ഈ PM ശ്രീ കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞ LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചപ്പോൾ
അത് മന്ത്രിസഭ അറിയാതെയാണ് അത് നടപ്പാക്കിയതെന്നാണ്. പിന്നെ CPI ഉൾപ്പെടെ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കി. PM ശ്രീ നടപ്പാക്കുന്നതിനെതിരെ വലിയ എതിർപ്പുകൾ, CPIയുടെ എതിർപ്പ് കൊണ്ടായിരുന്നു ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയാതിരുന്നത്. അപ്പോൾ അതിനുശേഷം CPI എതിർപ്പുണ്ടാക്കിയതിന് ശേഷം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തില്ല. വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും മാത്രം അറിഞ്ഞുകൊണ്ടാണ് അവിടെ പോയി ഡൽഹിയിൽ പോയി ഒപ്പിട്ടതെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. കോൺഗ്രസ് അതിനെ ശക്തമായി എതിർത്തുന്നു, UDF എതിർത്തു. അവിടെ അത് ചർച്ച ചെയ്ത് പോകുമ്പോഴാണ് എനിക്കതിലൊരു കാര്യം നമുക്ക് രസകരമായ ഒരു വസ്തുതയാണ് കേട്ടോ. അതായത് UDF എതിർക്കുന്നത്, അന്ന് UDF ഈ നയത്തെ എതിർത്തതിന് കാരണം ഈ നയത്തോടുള്ള നയപരമായിട്ടുള്ള ഒരു വിയോജിപ്പല്ല, മറിച്ച് അത് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടാണ് നടപ്പിലാക്കിയെന്നുള്ള അതിനുള്ളിൽ നടക്കേണ്ട ഒരു ടെക്നിക്കൽ പ്രോസസ്സിൻ്റെ പേരിലാണ് അങ്ങ് പറഞ്ഞു വരുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് അത്. പക്ഷേ ആ പാർട്ടിക്കുള്ളിൽ നടക്കേണ്ട ഒരു കാര്യമാണ്, ഭരണകക്ഷിക്കുള്ളിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ട, മുന്നണിക്കുള്ളിൽ യോഗത്തിലും ചർച്ച ചെയ്ത് പോകേണ്ട വിഷയമാണ്. ഒരു പക്ഷേ കോൺഗ്രസിനെ ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കോൺഗ്രസിലേക്ക് കടന്നു ചെന്ന് ആഴത്തിൽ അതിനെക്കുറിച്ചുള്ള പഠനം നടത്തുകയോ, കാരണം കോൺഗ്രസ് അതിനെക്കുറിച്ച് സോഴ്സ് ഇല്ല, അവിടെ നടന്നോ ഇല്ലയോ എന്നുള്ളത് പോലും മറ്റാരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിപക്ഷമൊക്കെ അറിയുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിന് ആ വിഷയം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കലും സർക്കാരിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കാനൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് ഇത് അങ്ങ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകാനുള്ള കാരണം അവർക്ക് ആ നയത്തോട് വിയോജിപ്പില്ലായിരുന്നു എന്ന് തന്നെയാണ്. കോൺഗ്രസിന് ആ നയത്തോട് നയപരമായിട്ടുള്ള കോൺഗ്രസിന് ദേശീയ തലത്തിൽ വിയോജിപ്പുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസിന് ദേശീയ തലത്തിൽ വിയോജിപ്പുള്ള ഒരു സംഗതി തന്നെയാണ് NEP എന്ന് പറയുന്നത്. സോണിയാഗാന്ധി അതിനെ എതിർത്തുകൊണ്ട് ഹിന്ദുവിൽ എഴുതിയ ലേഖനങ്ങൾ, മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയ നിരവധി ഇടപെടലുകൾ, ഇതൊക്കെ തന്നെ അതിനെ എതിർക്കുന്നതാണ്. പക്ഷേ ഈ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ PM ശ്രീ പദ്ധതി പലയിടത്തും നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. രാഷ്ട്രീയമായ വിമർശനം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് CPI അതിനെ എതിർത്തപ്പോൾ അവർക്കൊരു കിട്ടിയൊരു വടി കൂടിയാണ് PM ശ്രീ. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേന്ദ്രത്തിൽ നിന്ന് ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ തീരുമാനം അറിയിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നടപ്പാക്കാൻ ഏകദേശം ധാരണയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു മന്ത്രിസഭാ സമിതിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മന്ത്രിസഭാ സമിതി കാര്യങ്ങൾ പഠിച്ച് അതിൽ തീരുമാനമെടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ സർക്കാർ ഒരു മന്ത്രിസഭാ സമിതി വെച്ചിരുന്നു. അങ്ങനെയാണ് അതിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങുന്നത്. ആ പദ്ധതിയിൽ നിന്ന് കഴിഞ്ഞ സർക്കാരും പിൻവാങ്ങിയിട്ടില്ല, മറിച്ച് ഞങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. റിപ്പോർട്ട് തന്നതിന് ശേഷം അതിൻ്റെ ഫർദർ നടപടികളിലേക്ക് കടക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ ഇവർ ചെയ്യുന്നത് മന്ത്രിസഭാ സമിതി രൂപീകരിക്കുകയാണ്. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ എതിർപ്പുകൾ ഈ മുന്നണിക്കകത്തും കോൺഗ്രസ് സർക്കാരിനകത്തും ഉയർന്നിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത്. അത് എതിർപ്പ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗമെന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ തന്നെയാണ്. ഈ PM ശ്രീയുമായി മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു നിലപാടാണ് മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിലുള്ളത്. അതിന് കാരണം നേരത്തെ ഈ വിദ്യാഭ്യാസ പദ്ധതിയോടുള്ള എതിർപ്പുകൾ തന്നെയാണ്. ചരിത്രത്തെയും വക്രീകരിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് എന്നുള്ള നിലയ്ക്ക് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ എതിർക്കുന്നുണ്ട്. അവരിപ്പോഴും ആ എതിർപ്പ് PM ശ്രീ കേരളത്തിൽ നടപ്പാക്കരുത് എന്നുള്ള നിലയിൽ തന്നെയാണ്. കാര്യം വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിൻ്റെ ആൾ ഷംസുദ്ദീൻ ആണെങ്കിൽ പോലും ഇതുമായി മുന്നോട്ട് പോകരുത് എന്നുള്ള നിലപാടാണ് അവർക്കുള്ളതെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ആ നിലയിലൊരു എതിർപ്പ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് തീരുമാനമാണ് അതിലെടുക്കാൻ പോകുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുസ്ലിം ലീഗ് ശക്തമായി നിന്നാൽ ഈ തീരുമാനത്തിൽ നിന്ന് അവർക്ക് പിൻവാങ്ങേണ്ടി വരും. ഇവരൊക്കെ ആവർത്തിക്കുന്നുണ്ട്, ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഇവർ ആവർത്തിക്കുന്നുണ്ട്, സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട പണമാണത്, ആ പണം നമുക്ക് അർഹതപ്പെട്ടതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിന് അണ്ടർലൈങ്. ഈ പണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് LDF സർക്കാരും ഈ PM ശ്രീയിലേക്ക് ഒപ്പിടാൻ പോയത്. പണം പല ആവശ്യങ്ങൾ, അന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയായിരുന്നു. സർക്കാരിന് പണം വേണ്ടേ, വിദ്യാഭ്യാസ മേഖലയിൽ മുടക്കാൻ പണം വേണ്ടേ എന്നുള്ളൊരു അദ്ദേഹം ഉന്നയിച്ച ചോദ്യം. ഈ ചോദ്യം തന്നെയാണ് ഇവരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നയപരമായിട്ട് ഒരു രീതിയിലും ഇടത് സർക്കാരിൻ്റെ പിന്തുടർച്ചക്കാരല്ല. ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്, LDFൻ്റെ നയം നടപ്പാക്കാനല്ല ഞങ്ങൾ അധികാരത്തിൽ വന്നതെന്നാണ് അവർ കൂടെ പറയുന്നത്. പക്ഷേ ഈ ഒഴികഴിവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് LDF ഒപ്പിട്ടു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 2017 അവസാനിക്കാൻ പോകുന്ന ഒരു പദ്ധതി വീണ്ടും ഒരു ഒപ്പിടണോ എന്നുള്ള വിഷയമാണ് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. അത് ഒരു ആഭ്യന്തര പാർട്ടി കാര്യമല്ല. നമ്മളെപ്പോലുള്ള ഒരു വളരെ സെക്കുലറായി നമ്മൾ ഒരു സ്റ്റേറ്റിൽ ഇത് നടപ്പാക്കണോ എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ ഉണ്ടായാൽ അവർക്ക് പിൻവാങ്ങേണ്ടി വരും. അത് സർക്കാരിൻ്റെ ഒരു പിന്മാറ്റമായി ഇത് മാറും. ആ ഇനീഷ്യേറ്റീവ് എടുത്ത ആളുകൾ നടപ്പാക്കാൻ മുൻകൈ എടുത്തതിനൊരു തിരിച്ചടിയായി അത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്ന് നടപ്പാക്കാൻ ശ്രമിച്ച LDF ഇപ്പോൾ വളരെ ശക്തമായി ഇതിനെ എതിർക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മദ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനിടയ്ക്ക് LDF ഇത് നടപ്പാക്കാൻ ശ്രമിച്ചോ എന്നുള്ളതാണ് ഒരു ചോദ്യം അതിനകത്ത്. ആ ഒരു ചോദ്യം അവിടെ തന്നെ ചോദ്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ VD സതീശൻ സർക്കാർ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഇതേ ഘട്ടത്തിൽ
ഇവിടെ കൊണ്ടുവച്ച് ഈ വടി വെച്ചിട്ട് തടി ഊരുമായിരുന്നു അവർ ചെയ്തത്. നടപ്പാക്കാൻ ശ്രമിച്ചൊന്നല്ല, ഞങ്ങൾ നടപ്പാക്കണമെന്ന് ഉദ്ദേശിച്ചല്ല ഇത് ഒപ്പിട്ടത് എന്ന് തടി ഊരാണ് ചെയ്തിട്ടില്ല, വടി കൊണ്ട് വഴിക്ക് വെച്ച് തടി ഊരുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, ഇതിലിപ്പോ ഇവർ പറയും അതേ സാഹചര്യത്തിൽ അതേ സിറ്റുവേഷനിലാണ്. അല്ല, പക്ഷേ വേറെ പ്രശ്നം എന്താ വെച്ചാലേ, നമ്മളൊരു കരാറിൽ പോയി ഒപ്പിടുന്നു, എന്നിട്ടത് ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അവിടെയാണ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. കമ്മിറ്റിയെ വെക്കേണ്ടി വന്നത് CPIയുടെ സമ്മർദ്ദം കൊണ്ടാണ്. അതെ. അപ്പോൾ അന്ന് CPI അറിയാതെയാണ്, CPIയുടെ മന്ത്രിമാർ അറിയാതെയും LDF ചർച്ച ചെയ്യാതെയുമാണ് PM3യിൽ ഒപ്പിടാൻ പോയതെന്നുള്ളതായിരുന്നു അന്നത്തെ വിമർശനം. എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയെ ആ ഒരു കൊയിലേഷനിൽ, ആ ഒരു സിസ്റ്റത്തിൽ അതിനുള്ള തിരുത്തലുണ്ടാവുന്നു. അവരെ കമ്മിറ്റി വെക്കുന്നു, ആ തിരുത്തലുണ്ടാകും, ഉൾക്കൊള്ളുന്നു. അതെ, ആ ഒരു LDF എന്ന് പറഞ്ഞൊരു ഹോളാണ്. കാരണം CPIയുടെ പങ്കാണത്, CPIയുടെ ഉത്തരവാദിത്തമാണ്. CPIയുടെ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഉത്തരവാദിത്തമായിരുന്നു ഇവരുമായി മന്ത്രിസഭയ്ക്കകത്തും നയപരമായൊരു വിഷയമാണ്. LDF CPM ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായി എതിർക്കുന്നൊരു സംഗതിയാണ് NEPയും PM3യും. അതുകൊണ്ടാണ് ആ എതിർപ്പെന്ന് CPI ഉയർത്തിയത്. സാമ്പത്തിക പ്രശ്നം മാത്രമല്ല NEP PM3യുമായി ബന്ധപ്പെട്ടുള്ളത്, മറിച്ച് രാഷ്ട്രീയമായ പ്രശ്നമുണ്ട്, നയപരമായ പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPI അന്ന് എതിർക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഒപ്പിട്ടത് നടപ്പാക്കാൻ വേണ്ടിയല്ല എന്നുള്ള നിലനിൽക്കുന്നതല്ല. ഞാനിത് പറയുന്നത് വെച്ചാൽ ഇവിടെ രണ്ടും ഒരേ പാറ്റേൺ ആണ്. ഇവിടെ ലീഗും കോൺഗ്രസും, ഇപ്പോൾ അവിടെ CPIയും. പക്ഷേ ഇതൊരു പ്രത്യേക ഒരു സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന തിരുത്തലുകളാണ്. അതെ, ഇപ്പോൾ ഇവർ LDF അതിൽ ഒപ്പിട്ടത് കൊണ്ട് ഞങ്ങൾക്ക് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നതിന് ന്യായമൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞത്. അവരോട് എതിർപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയിൽ തുടരണം. 2017 പദ്ധതി അവസാനിക്കുകയാണ് പ്രശ്നം. പക്ഷേ ഈ LDF അന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ പല ഫണ്ടുകളും തടഞ്ഞു വെക്കപ്പെടും. അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട് പോയതുപോലെ കോടതിയിൽ പോകണം, അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ സമരം ചെയ്യണം, സമ്മർദ്ദം ചെലുത്താനും ഒക്കെ കഴിയണം. അതിനുവേണ്ടി UDF മാത്രമല്ല LDFൻ്റെ പിന്തുണ വാങ്ങണം. കേരളത്തിൻ്റെ മുഴുവൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മുടെ ഫണ്ടുകൾ ചെറുതാക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല എങ്കിൽ അതിനെ എതിർക്കാൻ നമുക്ക് കഴിയണം. അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കണം, ജനങ്ങളെ അണിനിരത്തിയും. അതാണ് വേണ്ടത്. അല്ലാതെ അവരൊപ്പിട്ടു അതുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറയുന്നതിന് ന്യായമല്ല. ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് വിഷയം. മദ്യനയം വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി, അതിൽ അവന് നികുതി കുറച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ വിഷയം. വീര്യം കുറഞ്ഞ മദ്യം 0.5% മുതൽ 20% വരെയുള്ള ആൽക്കഹോൾ കണ്ടൻറ്റുള്ള മദ്യങ്ങൾക്ക് നികുതി കുറച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. ഇതിനും ഇവർ കണ്ടെത്തുന്ന ഒരു ന്യായം, കഴിഞ്ഞ സർക്കാർ ഈ പറയുന്ന പോലെ വീര്യം കുറഞ്ഞ മദ്യമെന്ന കാറ്റഗറി ഉണ്ടാക്കിയത് LDF സർക്കാരാണ്. അത് ഈ നാടൻ, എനിക്ക് തോന്നുന്നു കശുമാങ്ങയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന മദ്യമൊക്കെ പ്രോത്സാഹിപ്പിക്കാന്നുള്ള ഐഡിയയിലൂടെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടാക്കി വെച്ചത്. അപ്പം ഏത് തരത്തിലാണ് ഇവിടെ മദ്യം ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രാദേശികമായിട്ട് തദ്ദേശീയമായിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, അതിനൊരു പ്രത്യേക നികുതി ഇളവ് കൊടുത്തുകൊണ്ട് അതിന്റെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ ആവിഷ്കരിച്ചാൽ ഒരു കാറ്റഗറി സൃഷ്ടിച്ചാൽ, അല്ല, ആ കാറ്റഗറി ഉണ്ടാകുന്നതിന് പുറകിൽ ആ ഒരു ആശയമാണുള്ളത്. അത് അവർക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് മാത്രമേ ഉള്ളൂ. അവരും ഇത്തരം ഈ ബക്കാഡി എന്ന് പറയുന്ന കമ്പനി 2023 ഈ നയം രൂപീകരിച്ചതിന് ശേഷമാണ് ബക്കാഡി ഞങ്ങൾക്ക് കേരളത്തിൽ ഇത് വിതരണം ചെയ്യാൻ, വിൽപ്പന നടത്താൻ അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. LDF സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അന്നോട്ടാണ്. അത് പക്ഷേ LDF സർക്കാരിന് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് അപ്രൂവ് ചെയ്തിട്ടില്ല. ആ ഒരു തീരുമാനം അവർ നടപ്പാക്കിയിട്ടില്ല. ഈ ബക്കാഡിക്ക് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്താൻ അനുവദിച്ചിട്ടില്ല. അല്ല, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിന് കാരണം അതാണ്. ഇവിടെ ഒരു പോളിസി പ്രശ്നം നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ തദ്ദേശീയമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് വൈൻ എന്നൊക്കെ പറഞ്ഞാണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പം ഇത്തരം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനൊരു സ്പെഷ്യൽ റിഡക്ഷൻ കൊടുത്തുകൊണ്ട്, നികുതി ഇളവ് കൊടുത്തുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷെ അത് വലിയൊരു ഉദ്ദേശം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ ഒരു വലിയ കമ്പനി കൊണ്ടുവരുന്ന സമയത്ത് അവിടെയാണ് ഇത് പറഞ്ഞു വരുന്നത്. ഒരു വലിയ കമ്പനി ഇതിനെ മറ്റൊരു രീതിയിൽ ദുരുപയോഗം ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ കൃത്യമായിട്ട് സർക്കാർ പറയുന്നു നികുതി നഷ്ടമുണ്ടാവും, ഈ പദ്ധതി ഇത് അനുമതി തരില്ല എന്ന് പറഞ്ഞാണ് അന്ന് അതിനെ തള്ളിക്കളയുന്നത്. പക്ഷേ ഇപ്പോൾ അതേ ചോദ്യം വീണ്ടും മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നികുതി ഇളവ് നൽകാമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ആ നികുതി ഇളവ് നമ്മൾ നേരത്തെ ആവിഷ്കരിച്ച ആ സ്ലാബ്, നമ്മൾ ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു സ്ലാബാണ്. അവിടെ നികുതി ഇളവ് എന്ന് പറയുന്നൊരു സാധനം തന്നെ കൊണ്ടുവന്നു. നേരത്തെ നികുതി ഇളവ് ഇല്ലായിരുന്നെങ്കിൽ അവിടെ അത് മറ്റേ മദ്യത്തിൻ്റെ അതേ ലെവലാണ്. 251% നികുതിയാണ്, എൻ്റെ അറിവ് കറക്റ്റ് ആണെങ്കിൽ, അതിൽ ഓർമ്മ ശരിയാണെങ്കിൽ മദ്യത്തിന്. ആ 251% നികുതി എന്ന് പറയുന്ന ആ ഒരു സ്ലാബിൽ നിന്ന് ഇപ്പോൾ ഈ 0.5 മുതൽ 20% വരെയുള്ള മദ്യം 120 മുതൽ
170 വരെ 175 വരെയൊക്കെയുള്ള ശതമാനത്തിലേക്ക് കുറയുകയാണ്. വലിയൊരു പൈസയുടെ വ്യത്യാസമുണ്ട്. വലിയ പൈസയുടെ വ്യത്യാസമുണ്ട്. വിൽപ്പന അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ വിൽപ്പന കൂടിയാൽ അതിനനുസരിച്ചിട്ട് വരുമാനം കൂടുമല്ലോ. 380 നികുതി വരുമാനം കൂടും. 47 കോടി രൂപ എന്തോ ആണ്. പക്ഷേ ഇവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം എക്സൈസ് മന്ത്രി ഈ തീരുമാനം അറിഞ്ഞിട്ടില്ല. ബജറ്റിൽ ഇത് വരുമ്പോൾ എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെ എതിർപ്പ് ഉയർത്തിയിരിക്കുന്ന ഒരാൾ എം ലിജു തന്നെയാണ്. എക്സൈസ് മന്ത്രി അറിയാതെ എക്സൈസ് വകുപ്പിൽ ഇത്തരമൊരു തീരുമാനമെടുക്കാമോ എന്നുള്ള പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതിൽ രമേശ് ചെന്നിത്തല പറയുന്നത് ബഡ്ജറ്റിൽ പറയുന്ന ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്യമാക്കാൻ പാടില്ല, അത് ബജറ്റിൻ്റെ രഹസ്യത്തിന് എതിരാണ് എന്നുള്ളത് ചോർന്നു പോകും, ബജറ്റ് ചോർന്നു പോകും, അതുകൊണ്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ന്യായം. പക്ഷേ അതിൽ രമേശ് ചെന്നിത്തല പറയുമ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ ആ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കെതിരായ ഒരു ഒളിയമ്പ് കൂടി അതിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ടാക്സ് തീരുമാനിക്കേണ്ടത് ധനവകുപ്പാണ്. ടാക്സ് മദ്യത്തിൻ്റെ പ്രാക്ടിക്കാലിറ്റി, ഈ മദ്യം ഇങ്ങനെ നൽകേണ്ടതുണ്ടോ, ഇതിന് നയപരമായിട്ട് തീരുമാനം അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഒരു പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള കാറ്റഗറി ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വ്യവസായങ്ങൾ തുടങ്ങാനായി കഞ്ചിക്കോട് ചില വ്യവസായങ്ങൾ തുടങ്ങാനുള്ള അനുമതിക്ക് വേണ്ടി ചില കമ്പനികൾ രംഗത്ത് വരികയും ചെയ്തപ്പോൾ അന്ന് എതിർത്തിരുന്നവരാണ് കോൺഗ്രസും UDF-ഉം എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട തന്നെ പറയേണ്ടി വരും. കാരണം തീർച്ചയായിട്ടും അത് പരസ്യമായി എതിർത്തള്ളി പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതും നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ സർക്കാർ ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ അതിലൊരു വരുമാന സ്രോതസ് കണ്ടത് കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ചതാണ് ഇതെന്നുള്ളത് ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ഇവർക്ക് അങ്ങനെ തീരുമാനിക്കാനുണ്ടെങ്കിൽ അവർ എക്സൈസ് വകുപ്പുമായും അതുപോലെ തന്നെ മന്ത്രിസഭയിലും മുന്നണിക്കകത്തുമൊക്കെ ചർച്ച ചെയ്ത് അവർ ഒരു കൺസെൻസസിലെത്തിയതിന് ശേഷമായിരിക്കണം ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇവിടെയും ഈ എതിർപ്പ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നും ഈ കഴിഞ്ഞ മുസ്ലിം ലീഗിൻ്റെ മീറ്റിങ്ങിൽ MLA-മാരുടെ മീറ്റിങ്ങിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത്. എങ്കിൽ പോലും സ്വാഭാവികമായും മുസ്ലിം സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകളും ഈ വിഷയത്തിൽ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മദ്യനയത്തിൽ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ സംഘടനകൾ തന്നെയായിരുന്നു. അന്ന് വലിയ മദ്യവിരുദ്ധ സമരം നടത്തി ആ സമരത്തെ ഏറ്റെടുത്ത് ബാറുകൾ പൂട്ടിക്കുന്നതിൽ എത്തിക്കുന്നതിൽ പങ്കുവച്ച ഒരാൾ അന്ന് KPCC പ്രസിഡൻ്റായിരുന്ന VM സുധീരനായിരുന്നു. ഇപ്പോൾ ഇതേ VM സുധീരൻ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കടുത്ത മദ്യവിരുദ്ധനാണ് VM സുധീരൻ. അപ്പോൾ ഈ പറയുന്ന സഭകളുടെയും മറ്റ് സമുദായ സംഘടനകളെയും താല്പര്യം വെച്ചിട്ട് അദ്ദേഹവും ഇതുമായി എതിർപ്പ്. അപ്പോൾ അത്തരമൊരു എതിർപ്പ് കൂടെ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ തലയിലിട്ടിട്ട് രക്ഷപ്പെടാൻ കഴിയുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ വന്നപ്പോൾ ഈ KC വേണുഗോപാൽ, നമുക്കറിയാം ഇപ്പോൾ ഈ VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് പകരം 2 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിരുന്നത്. ഒന്ന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലുമായിരുന്നു. ഇവർ കഴിഞ്ഞ 1 മാസത്തിലധികമായി അടങ്ങിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല തൂഫാനുമായി ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് എന്നുള്ള നിലയ്ക്ക് തൂഫാൻ മയക്കുമരുന്ന് ലഹരി വേട്ടയ്ക്കെതിരായിട്ടുള്ള വലിയൊരു പദ്ധതി അദ്ദേഹം അതിൻ്റെ ഒരു ഗ്ലാമറിലാണ്. ഒരുപാട് കേസുകൾ, ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്ത് മയക്കുമരുന്നിനെതിരെ വലിയൊരു പോരാട്ടം നടത്തും. പഞ്ചാബിനേക്കാൾ കൂടുതൽ കേസാണ് പഞ്ചാബിനേക്കാൾ കൂടുതൽ കേസുകൾ കേരളത്തിൽ ആളോഹരി നോക്കുമ്പോഴത്തേക്കും കൂടുതൽ അതിൽ വലിയൊരു വിഭാഗം ഇതര സംസ്ഥാന തൊഴിലാളികളിലാണ്. വൾണറബിൾ ആയ ചില വിഭാഗങ്ങൾക്കെതിരെയാണ് കൂടുതൽ കേസുകൾ എടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ പരാതികൾ നമുക്കതൊന്നും പരാമർശിക്കാതെ പോകാതെ. കാരണം മയക്കുമരുന്നുകളെക്കുറിച്ച് ഈ പരിശോധനകളൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ തുഫാൻ നമ്മളാരും വിമർശിക്കുന്നതല്ല. പക്ഷേ ഓപ്പറേഷൻ തുഫാൻ ടാർഗറ്റ് ചെയ്ത് പോകുന്നത് ഈ കയ്യിൽ ഇത് കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ട്രെയിനിൽ വരുന്നിറങ്ങുന്ന ആളുടെ അടുത്ത് പാൻ മസാല പിടിക്കുന്നു, അല്ലെങ്കിൽ ഇഞ്ചക്ഷനുകൾ സിറിഞ്ചസ് പിടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഉറവിടം എന്നുള്ള സ്ഥലത്തേക്ക് അന്വേഷണം എത്ര കണ്ട് പോകുന്നുണ്ടെന്ന് നമുക്കറിയില്ല. നിലവിൽ പോലും ഈ തൂഫാൻ്റെ ഭാഗമായിട്ട് കേസുകളൊക്കെ കാണിക്കുമ്പോൾ ഈ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ആളുകളൊക്കെ കസ്റ്റഡിയിലാവുന്നുണ്ട്, ഇവരുടെ നിന്ന് ലഹരി പിടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും അജ്ഞാതമായിട്ട് തന്നെ തുടരുകയാണ്. അതിലോട്ട് അന്വേഷണം എത്താറില്ല, ഇതുവരെ എത്തിയിട്ടില്ല. ഇനിയെങ്കിലും അത് എത്തും. എന്തായാലും കേരളത്തിലെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഏത് നടപടികളാണെങ്കിലും അത് വളരെ സ്വാഗതം ചെയ്യപ്പെട്ട നടപടികൾ തന്നെയാണ്. പൊതുസമൂഹം അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മയക്കുമരുന്ന് വേട്ട, ലഹരി വേട്ട നടക്കുന്ന സമയത്താണ് ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള സംഗതി കൂടിയാണ് വിമർശനം. അപ്പോൾ ഇത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഈ വിഷയവുമായി രംഗത്തുണ്ട്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ തൻ്റെ അതൃപ്തി കരിമണൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കരിമണൽ ഖനനത്തിലൂടെ വരുമാനമുണ്ടാക്കാം എന്നുള്ള ആ സാധ്യതയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് പരസ്യമായി തന്നെ KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സുഗമമായി ഇത് 1 വർഷം വരെ ഈ 1 മാസം വരെ ഉണ്ടായിരുന്ന UDF-ലെ മധുവിധുകാലം അവസാനിച്ചിരിക്കുകയാണ്. VD സതീശനെതിരായിട്ടുള്ള എതിർ ശബ്ദങ്ങൾ
പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും മന്ത്രിസഭയ്ക്കുള്ളിലും മന്ത്രിമാർക്കിടയിലും ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പ്രതിപക്ഷം ഉയർത്തുന്ന ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരാൻ ഇത്തരം എതിർപ്പുകൾ സഹായിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. ഈ ബന്ധു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം മറ്റൊരു സൈഡിലൂടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദേവസ്വം നിയമനമാവട്ടെ, മന്ത്രിയുടെ PA നിയമനമാവട്ടെ, പേഴ്സണൽ അസിസ്റ്റൻ്റ് നിയമനങ്ങളാവട്ടെ, അപ്പോൾ പല നിയമനങ്ങളിലും ഇത്തരത്തിലുള്ള ആശ്രിത നിയമനം എന്നുള്ള രീതിയിൽ, ആശ്രിത നിയമനം തന്നെ അത് പറയേണ്ടി വരും, കാരണം ആശ്രിതരായിട്ടുള്ള ആളുകളെ കൊണ്ട് നിയമിക്കുന്ന പരിപാടിയാണ്. അപ്പം അത്തരം നിയമനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ വലിയ ആക്ഷേപമുണ്ട്. അതോടൊപ്പം നമ്മൾ ചേർത്ത് കാണുന്നത് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പം ഇപ്പോൾ കേരളയിൽ പദ്ധതി തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ആ ഭൂമിയുടെ മുകളിൽ എല്ലാ നിയന്ത്രണവും കയറി വന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞു. ഇപ്പം മുഖ്യമന്ത്രിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ കാലത്ത് അധികാര ദുർവിനിയോഗം ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു സാധനമായിരുന്നു പരിപാടി, അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിലെ കുറ്റക്കാരായില്ല അധികാര ദുർവിനിയോഗം ഏറ്റവും ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പൊതുജനത്തിന് ആ ഒരു മെസ്സേജ്, ഞങ്ങൾ വി ആർ അഗെയിൻസ്റ്റ് ദിസ്, ഈ പറയുന്ന അധികാരത്തിൻ്റെ ദുർവിനിയോഗത്തിനെതിരെ ഞങ്ങൾ കർശനമായിട്ട് നടപടിയെടുക്കുന്നു. ആദ്യം തന്നെ ജനങ്ങളിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. പ്രിയദർശിനി പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് ആർത്തവാവധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റിവരുടെയൊക്കെ വേതനം ഉയർത്താൻ വേണ്ടിയുള്ള നടപടി വരുന്നു. ഒരു സീരീസ് ഓഫ് നല്ല കാര്യങ്ങൾ നടക്കുന്നതിനൊപ്പം ഇതിൻ്റെ ശോഭ അത്രയ്ക്ക് അങ്ങോട്ട് തിളങ്ങണ്ട എന്നുള്ള രീതിയിലുള്ള മറ്റ് കുറേ കാര്യങ്ങളും കൂടെ എനിക്ക് തോന്നുന്നത് ഇത് VD സതീശൻ്റെ ചില പ്രശ്നങ്ങൾ കൂടുതലുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു അധികാര സ്ഥാനത്തിരുന്നുള്ള ഒരു പരിചയക്കുറവ് അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മന്ത്രിസഭയ്ക്കുള്ളിലും പാർട്ടിക്കുള്ളിലും ശക്തമായി ഈ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അഭിപ്രായ സമന്വയം, അതുപോലെ തന്നെ UDFനുള്ളിലും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വേണം. LDF സർക്കാരിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്തായിരുന്നു? മുന്നണിക്കുള്ളിലും മന്ത്രിസഭയ്ക്കുള്ളിലും പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നില്ല, മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുള്ളതായിരുന്നു. ഏകദേശം സമാനമായ രീതിയിലാണ് ഈ ഒരു മാസത്തിനുള്ളിൽ VD സതീശനെതിരെയുള്ള വിമർശനം. അത് ഗൗരവമുള്ള നയപരമായിട്ടുള്ള വിഷയങ്ങളിലെങ്കിലും മുഖ്യമന്ത്രി ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടെ ആളുകളെ കേൾക്കാൻ തരണം. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആവട്ടെ, PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ദീർഘകാലാടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തി മറ്റുള്ളവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് പിന്നെ നടപ്പിലാക്കുകയാണെങ്കിലും വിയോജിക്കുകയാണെങ്കിലും സഖ്യകക്ഷികളെ കൂടി ചേർത്ത് പിടിച്ച് അവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് വളരെ ഗൗരവതരമായ രീതിയിൽ പരിശോധിച്ചൊക്കെ നടപ്പിലാക്കേണ്ട പദ്ധതികളാണ്. പൊടുന്നനെ അതിനുവേണ്ടി ഇത്ര ആവശ്യം കാണിക്കുന്നത് എത്ര കണ്ട് നല്ലതാണ് എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതായത് ഈ ആവശ്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. ഒരു വശത്ത് PM ശ്രീ തിടുക്കപ്പെട്ട് നടപ്പിലാക്കാനുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്തരം വിഷയങ്ങളിലൊക്കെ തീരുമാനമെടുക്കണം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു മദ്യത്തിൻ്റെ വിഷയത്തിൽ വളരെ പതുക്കെ പോകേണ്ട ഒരു കാര്യമാണ്. ചർച്ച ചെയ്ത് വേണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനുള്ള നയപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നയപരമായിട്ടുള്ള കാര്യങ്ങളിലെങ്കിലും ദൂരവ്യാപകമായിട്ട് സംസ്ഥാനത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന പല വിഷയങ്ങളിൽ, അപ്പോൾ അത്തരം വിഷയങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് KSRTC വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രിയദർശിനി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾ ഏകദേശം സർവീസ് നിർത്താൻ ഉള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടുന്ന് ഉയർന്നു വരാനുള്ള സാധ്യത. അപ്പം ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ വളരെ തിടുക്കപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ തിടുക്കം അത്ര നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു. സർക്കാരിൻ്റെ കുറച്ചുകൂടി സമയമെടുത്തും ആലോചിച്ചും ചെയ്യേണ്ടതാണ് പല കാര്യങ്ങളും. അതെ, ഇത്ര തിടുക്കപ്പെടേണ്ടതില്ല. കാരണം ആലോചനയില്ലാതെ നടപ്പിലാക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ ഇപ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ പറഞ്ഞു വന്ന ആളുകളാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കും. ബജറ്റിലൊക്കെ പുതിയൊരു ദിശാബോധമാണ് അതിലൊക്കെ വലിയ. പക്ഷേ ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഈ സർക്കാരിന് ഇനിയും ഇത് തുടക്കമാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചാലും അതും ഇത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി, ഒരുപാട് കാര്യങ്ങൾ വളരെ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതെ, അത് ഇനിയും സമയമുണ്ടല്ലോ, 5 വർഷത്തെ സമയമുണ്ട്. അതിനിടയ്ക്ക് പല കാര്യങ്ങളും ചെയ്താൽ മതി. എന്തിനാണ് ഇത്ര തിടുക്കമെന്ന് നമുക്കറിയില്ല. പക്ഷേ അവിടെയാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെക്കപ്പെടുന്നത്. അതായത് ഇപ്പോൾ മദ്യ കമ്പനി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബക്കാടി അടക്കമുള്ള കമ്പനികൾ, ആ പേര് തന്നെ പറയേണ്ടി, കാരണം അതൊന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്. അപ്പോൾ അത്തരം കമ്പനികൾ നേരത്തെ സർക്കാരിനെ സമീപിച്ചിരുന്നു. അന്ന് ആ സർക്കാർ പ്രപ്പോസൽ മാറ്റിവെച്ചു. അവർ വീണ്ടും പ്രഷർ ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണോ ഈ നയമെന്ന് നമുക്കും സംശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുറഞ്ഞത് ഈ മെല്ലപ്പോക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അവധാനതയോടെ ചെയ്യുമ്പോൾ പലവട്ടം ചർച്ച ചെയ്തിട്ട് മാത്രമേ തെറ്റിദ്ധാരണയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ ഈ സർക്കാർ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് പല കാര്യങ്ങളിലും. അപ്പോൾ അതങ്ങനെയാണോ നമുക്ക് ഉറപ്പില്ല എങ്കിലും പല വിഷയങ്ങളും ആവശ്യമായ ധൃതിയാണ് പ്രശ്നമാണ്. അപ്പോൾ സംസ്ഥാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു വശത്ത് ഈ അതൃപ്തി വളർന്നു വരുന്നു, മുന്നണിയിൽ തന്നെ ശബ്ദം വരുന്നു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെ ആയിരിക്കാം ഇത്തരം തീരുമാനങ്ങൾ. അതെ. ഇപ്പോൾ PM ശ്രീ നടപ്പാക്കുമ്പോൾ കേന്ദ്രവുമായി കുറച്ചുകൂടെ അടുത്ത ബന്ധം ഉണ്ടാകാം. കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടുകൾ ഇങ്ങോട്ട് വരും. അതുപോലെ മദ്യം വരുമ്പോഴത്തേക്കും
വരുമ്പോഴത്തേക്കും വീര്യം കുറഞ്ഞ മദ്യം വരുമ്പോഴത്തേക്കും വരുമാനം അല്ല, അതിൽ 340 350 കോടി രൂപകളാണ് എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ എനിക്ക് ഓർമ്മ. ലിജു അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 347 കോടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അത്തരം പൈസ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ അതൊക്കെ നടപ്പാക്കുമ്പോൾ ആലോചിച്ചും ഇത് ചർച്ച ചെയ്തൊക്കെ നടപ്പിലാക്കി, അതായത് ചർച്ച ചെയ്തുകൊണ്ട് വളരെ വിശാലമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കേണ്ട പദ്ധതികളാണ്. പക്ഷേ അവിടെ ഈ സർക്കാരിന് അതിനാവുന്നില്ല. അത് തുടക്കത്തിൽ തന്നെ ഒരു വിമർശനമായിട്ട് തന്നെ ഉന്നയിക്കേണ്ട വിഷയമാണ്. അവധാനത മാത്രമല്ല, മുന്നണിയെ ഒരു വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനോട് കൂടി ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാനാവുന്നില്ല എന്നുള്ളൊരു വിമർശനമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പം വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം എന്ന് പറയുന്നത് വിലയിരുത്താനൊക്കെ വളരെ ചെറിയ സമയമാണ്. അപ്പോൾ ആ ഒരു മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിലും ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട, പുനഃപരിശോധിക്കേണ്ട, കടന്നു പോവേണ്ട വലിയ വിഷയങ്ങളുണ്ട് എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ്, അത്തരം വിഷയങ്ങൾ ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ വിഷയം ഇന്ന് ഇൻ ബിറ്റ്വീനിൽ ചർച്ചയ്ക്കെടുത്തത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.